ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ബയോലൈൻ അക്കാഡമിയുടെ ഓൺലൈൻ ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 1 ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11th NCERTയിലെ യൂണിറ്റ് 1, അതായത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അതിലെ ചാപ്റ്റർ 1 ആണ് ദ ലിവിങ് വേൾഡ്. 2014 to 2018 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം, പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാക്സോണമിക് കാറ്റഗറീസ്, മൂന്നാമത് ടാക്സോണമിക്കൽ എയ്ഡ്സ്. മാക്സിമം ഒരു 1 ക്വസ്റ്റ്യൻ ആണ് ഇതുവരെയായിട്ട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കൺസെപ്റ്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്കാണ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ബീയിങ്സ്. മനസ്സിലായല്ലോ? അതിലത്തെ ആദ്യത്തെ ക്യാരക്ടറാണ് ഗ്രോത്ത്. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ദാറ്റ് ഈസ് ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഇൻ പ്ലാന്റ്സിലെ ഗ്രോത്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. പക്ഷേ ആനിമൽസിൻ്റെ കേസിൽ എന്താ? ഗ്രോത്ത് ഈസ് സീൻ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നോൺ ലിവിങ് ഒബ്ജക്ട്സ് വെദർ ദേ വിൽ ഗ്രോ, അവർ വളരുമോ? നോൺ ലിവിങ് ഒബ്ജക്ട്സ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ദേ വിൽ നോട്ട് ഗ്രോ അല്ലേ. പക്ഷേ എന്ത് പറയാം നമുക്ക്? ദ ഗ്രോത്ത് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എവിടെയാണ്? ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ് അല്ലേ. ഇൻട്രിൻസിക് ഗ്രോത്ത് ആണ്, ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ സെൽ നമ്പർ. പക്ഷേ growth in mountains or increase in their mass is due to the accumulation of materials like soils, rock or sand on its surface അല്ലേ. non-living objects also will grow. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലിവിങ് തിങ്സിൽ എന്താ, അവർ ഒരു ഇൻസൈഡ് ഗ്രോത്ത് എപ്പോഴും ഉണ്ടായിട്ട് അവരെന്താ ചെറിയൊരു സ്റ്റേജിൽ നിന്നൊരു വലിയൊരു സ്റ്റേജിലേക്ക് പോകും. അതേപോലെ തന്നെ നോൺ ലിവിങ് തിങ്സ് എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഡെപ്പോസിഷൻ ഓഫ് സ്നോ ഓൺ ദ മൗണ്ടെയിൻ. ബിഫോറും ആഫ്റ്റർ എന്നുള്ള 2 പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. ഇൻക്രീസ് ഇൻ മാസ് നമ്മളൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സിനും എന്താണ്? ദേ വിൽ ഓൾസോ ഗ്രോ. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് സാൻഡ്സ് ഓൺ ദ റിവർ ബെഡ്. റിവർ ബെഡിൽ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ പറയുക? നോൺ ലിവിങ് തിങ്സ് ഓൾസോ വിൽ ഗ്രോ. ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ലിവിങ് ബീയിങ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ലിവിങ് ബീയിങ്സിന് മാത്രമുള്ള ഒരു ക്യാരക്ടറാണ് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ? അതിന് റിലേറ്റഡ്, ഈ കൺസെപ്റ്റ് റിലേറ്റഡ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നും കറക്റ്റ് ആൻസറിലേക്ക് എത്താമെന്നുള്ളത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഗ്രോത്ത് ഈസ് ഇൻകറക്റ്റ്? ഓപ്ഷൻ എ, ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഈസ് സീൻ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ബി ഓപ്ഷൻ നോക്കൂ. ഗ്രോത്ത് എക്സിബിറ്റഡ് ബൈ നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഈസ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ സർഫസ്. സി, എ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. ഡി ഓപ്ഷൻ എന്താ? ഗ്രോത്ത് ഇൻ വിട്രോ കൾച്ചർ ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് സെൽസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെന്നാൽ ഇത് എന്താണ്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഈസ് ഇൻ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ഇതൊരു റോങ് കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. കാരണം എന്താ? ഗ്രോത്ത് പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടിൽ ദെയർ ലൈഫ് സ്പാൻ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ എ.
ഇനി നമുക്ക് അടുത്ത ഇതിൽ നമ്മൾ കുറച്ച് ക്രിട്ടിക്കലായിട്ട് റിമെമ്പർ ചെയ്ത് വെക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് ബിക്കോസ് ഈവൻ നോൺ ലിവിങ് ഓർഗാനിസംസ് ഓൾസോ ഗ്രോ ആൻഡ് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് മാസ്. ആ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ട 2 ടേംസ് ഉണ്ട്. അതായത് ഇൻക്ലൂസീവ് ഫീച്ചർ ആൻഡ് എക്സ്ക്ലൂസീവ് ഫീച്ചർ. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലാക്കാം. ഇൻക്ലൂസീവ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫീച്ചർ പ്രസൻറ്റ് ഓർ ഒക്കർ ബോത്ത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം അല്ലേ, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്നത് 2 ക്യാരക്ടറാണെന്ന് വിചാരിക്കാം, 2 ഫീച്ചേഴ്സാണെന്ന് വരും. ലിവിങ് ഓർഗാനിസത്തിലുള്ള 2 ഫീച്ചറാണെന്ന് വിചാരിക്കാം. അതേ ഫീച്ചർ തന്നെ നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് പറയുക, ഇൻക്ലൂസീവ് ഫീച്ചേഴ്സ് എന്ന് പറയും. ഓക്കെ, അതായത് ഫീച്ചർ പ്രസൻറ്റ് ഓർ ഒക്കർ ബോത്ത്. അതല്ലെങ്കിൽ 2 ഈവൻറ്റ്സ് ഒരേ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിനെയും നമ്മൾ എന്ത് പറയാം, ഇൻക്ലൂസീവ് ഫീച്ചർ എന്ന് പറയാം. ബോത്ത് ഈവൻറ്റ്സ് ക്യാൻ ഒക്കർ അറ്റ് ദ സെയിം ടൈം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട് വിചാരിക്കുക. ഈ 2 ഈവൻറ്റ്സ് ആണല്ലേ, ഇത് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്നൊരു ഇവൻറ്റ്. അപ്പോൾ ഈ 2 ഇവൻറ്റ് അറ്റ് ദ സെയിം ടൈം നടക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ ഇൻക്ലൂസീവ് ഇവൻറ്റ്. പക്ഷെ നേരെ മറിച്ച് എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം 2 ഈവൻറ്റ്സ് ഒരിക്കലും ഒരുമിച്ച് നടക്കില്ല, ഏതെങ്കിലും ഒന്ന്, ഐദർ വൺ നോട്ട് ബോത്ത്, ഓൺലി 1 ഈവൻറ്റ് അറ്റ് എ ടൈം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്നിക്കൽ എ അല്ലെങ്കിൽ ബി, അതിലേതെങ്കിലും മാത്രമേ നടക്കൂ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതാണ് ഗ്രോത്ത് ഏതിന് എക്സാമ്പിളാണ്, ഇൻക്ലൂസീവ് ഫീച്ചറാണ്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അടുത്തൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇൻ യൂണിസെല്ലുലാർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഈസ് ഇൻക്ലൂസീവ്. ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ബോത്ത് ഈവൻറ്റ്സ് ക്യാൻ ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ നമ്മളൊരു അമീബയുടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദേ വിൽ ഗ്രോ ബൈ സെൽ ഡിവിഷൻ. അവരെന്തെങ്കിലും ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൽ ഡിവിഷനും കൂടിയാണ്, ഡോട്ടർ സെൽസും കൂടി ഉണ്ടാവുന്ന ആ ഒരു ഇവൻറ്റും കൂടെ ചേർന്നിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ ഇൻക്ലൂസീവ് ഫീച്ചർ എന്ന് പറയാം. പക്ഷേ നേരെ മറിച്ച് ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും എന്തായി, എക്സ്ക്ലൂസീവാണ്. അതായത് ഓൺലി ഒരു ഇവൻറ്റ് മാത്രമേ അറ്റ് എ ടൈം നടക്കുള്ളൂ. ഒരു ഗ്രോത്ത് വരും, പിന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ചെയ്യുമ്പോൾ റീപ്രൊഡക്ഷൻ നടത്തും. സോ 2 ഈവൻറ്റും എന്താണ്, അറ്റ് എ ടൈം നടക്കില്ല, ഇറ്റ് വിൽ ബി ഇൻ ഡിഫറെൻറ്റ് ടൈം പീരീഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ഹയർ ആനിമൽസ് ഓർ പ്ലാന്റ്സിൽ എന്തായിരിക്കും, എക്സ്ക്ലൂസീവ് ആയിരിക്കും, വെറാസ് ദ യൂണിസെല്ലുലാറിലെ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ വിൽ ബി ഇൻക്ലൂസീവ്. സോ വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഫോളോയിങ് ക്യാൻ ബി ട്രൂ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. Growth and reproduction are inclusive events. Number 2, unicellular organisms grow by cell division. Number 3, both are exclusive. സോ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ ചോദിച്ചിരിക്കുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് റീപ്രൊഡക്ഷൻ എന്താ, ഇൻക്ലൂസീവ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. Unicellular organisms grow by cell division. That is also correct. Both are exclusive. അത് ശരിയോ തെറ്റോ? അത് തെറ്റാണല്ലേ. കാരണം എന്താ, ആനിമൽസിലും പ്ലാന്റ്സിലും മാത്രമേ എന്തുള്ളൂ, അത് എക്സ്ക്ലൂസീവ് ഉള്ളൂ. സോ ഏതാ ഓപ്ഷൻ ശരിയായിട്ടുള്ളത്, 1 and 2. സോ ഇതിന് ആൻസർ ഏതാ, ബോത്ത് 1 and 2 എന്നുള്ള ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഇൻ ഓപ്ഷൻസ്. ഇത് വളരെ എളുപ്പമല്ലേ. പ്ലാന്റ്സ് ഓൺലി, ആനിമൽസ് ഓൺലി, ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ലോവർ ആനിമൽസ്. ഏതാണ്, ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതാണ് അതിൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അപ്പോൾ ഗ്രോത്തിനെ പറ്റി പഠിച്ചു അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി possessing features more or less similar to those of the parents. സോ നമുക്ക് എന്താ പറയുക, റീപ്രൊഡ്യൂസ് ഐദർ സെക്ഷൽ മെത്തേഡ്സ് ഓർ അസെക്ഷൽ മെത്തേഡ്സ്. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയും നമുക്ക് ഒരു ഓൾ ഇൻക്ലൂസീവ് ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം there are many organisms which do not reproduce. പല ഓർഗാനിസംസിലും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വർക്കർ ബീസ്, ഹണി ബീസിൻ്റെ കാര്യത്തിലുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ സ്റ്റീറൈലാണ്, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ഇതല്ലേ ലിവിങ് ബീയിങ് അല്ലേ. അതെ. സോ എന്ത് പറയാം നമുക്ക്, റീപ്രൊഡക്ഷൻ ഓൾസോ കനോട്ട് ബി ആൻ ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ. ചില സമയത്ത് എന്താണ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ കറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെറ്റബോളിസം. എന്താ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം. നോൺ ലിവിങ് ഒബ്ജക്ട്സ് കാണിക്കുന്നുണ്ടോ മെറ്റബോളിസം? നോ, ദേ ഡസൻറ്റ് എക്സിബിറ്റ് മെറ്റബോളിസം. മനസ്സിലായല്ലോ. ഇവിടെയും നമ്മൾ കുറച്ച് കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ. അനബോളിക് ആൻഡ് കാറ്റബോളിക്. അനാബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ മോളിക്യൂൾസ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം സ്മോളർ വൺസ്. കാറ്റബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിലീസ്ഡ് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ വൺസ്. നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാം. അനബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, ചെറിയ മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ട് ലാർജർ മോളിക്യൂൾസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാബോളിക്. അത് ഓർത്ത് വെക്കാൻ ഒരു ടെക്നിക്കുണ്ട്. ആന എന്താണ്, വലിയതാണല്ലേ. സോ അപ്പോൾ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് ലാർജർ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാബോളിക്. സോ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അത് ഏതിന് എക്സാമ്പിളാണ്, അനാബോളിക് പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഓക്കെ. അടുത്തത് കാറ്റബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് എനർജി റിലീസ് ചെയ്തുകൊണ്ട് സ്മോളർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇല്ലേ, അത് ഡൈജസ്റ്റ് ചെയ്ത് സ്മോളർ മോളിക്യൂൾസായി മാറുന്നത് അതൊരു കാറ്റബോളിക് പ്രോസസ്സാണ്. അതുമാതിരി തന്നെ നമുക്ക് ഇന്നൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്ത് പറയുക, സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് ഗ്ലൂക്കോസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായി മാറുന്നു ഇപ്പോൾ എനർജി റിലീസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു വലിയ മോളിക്യൂള് കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു അല്ലേ, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റബോളിക് പ്രോസസ്സ്. സോ മെറ്റാബോളിസം എന്ന ക്യാരക്ടറിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം നമ്മൾ ഓർത്ത് വയ്ക്കാനുണ്ട്, മെറ്റാബോളിക് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം BMR, ബേസൽ മെറ്റാബോളിക് റേറ്റ്. എന്താണ് ബേസൽ മെറ്റാബോളിക് റേറ്റ്? The amount of energy per unit of time that a person needs to keep the body functioning at rest. നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് ബോഡി ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പെർ ടൈം, അതിനാവശ്യമായിട്ടുള്ള എനർജീനെയാണ് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസൽ മെറ്റാബോളിക് റേറ്റ്. അത് മാനിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നിയർലി 7100 കിലോ ജൂൾ പെർ ഡേ ആണ്. വിമൻസ് ആണെങ്കിലോ ഇറ്റ് ഈസ് നിയർലി 5900 കിലോ ജൂൾ പെർ ഡേ ആണ്. ഓക്കെ. സോ താഴെ നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ പറ്റും ഇല്ലേ, അതായത് ലാർജ് സൈസ്ഡ് ആനിമൽസിനെയും കാണാം, സ്മോൾ സൈസ്ഡ് ആനിമൽസിനെയും കാണാം. സോ മെറ്റാബോളിക് റേറ്റ്സ് നോക്കുവാണെങ്കിൽ അതെപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബോഡി മാസ്. അതായത് ലാർജ് സൈസ്ഡ് ആനിമൽസിന്
ലോ മെറ്റബോളിക് റേറ്റ് ആയിരിക്കും. പക്ഷേ സ്മോൾ സൈസ്ഡ് ആനിമൽസിന് എപ്പോഴും ഹൈ മെറ്റബോളിക് റേറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സൈസ്ഡ് ആനിമൽസിൻ്റെ എന്താണ് സർഫസ് ടു വോളിയം റേഷ്യോ എപ്പോഴും കൂടുതലായിരിക്കും കമ്പാരറ്റീവ്ലി ടു ദ ലാർജ് സൈസ്ഡ് ആനിമൽസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹീറ്റ് അവർക്ക് എക്സോസ്റ്റ് ആയി പോകും. സോ അവർക്ക് കൂടുതൽ ഹൈ മെറ്റബോളിക് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കണം. മെറ്റബോളിക് റേറ്റ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബോഡി മാസ്. അതുകൊണ്ട് തന്നെ സ്മോളർ ആനിമൽസ് ഹാവ് ഹൈ മെറ്റബോളിക് റേറ്റ് ദാൻ ദ ലാർജ് സൈസ്ഡ് ആനിമൽ. സോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ എ സ്മോൾ ആനിമൽ ടു റൺ അപ്പ് ഹിൽ ദാൻ ഫോർ എ ലാർജ് ആനിമൽ ബിക്കോസ്. ഓപ്ഷൻസ് നോക്കൂ. ഫസ്റ്റ് വൺ, സ്മോളർ ആനിമൽസ് have a higher metabolic rate. It is easier to carry a small body weight. Small animals have a lower oxygen requirement. The efficiency of muscles in large animals is less than in the small animals. Okay, so എന്താ പറയുന്നത്, ഫസ്റ്റ് ഓപ്ഷനിൽ സ്മോളർ ആനിമൽസ് ഹാവ് എ ഹയർ മെറ്റബോളിക് റേറ്റ് അതാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ കൂടി നമ്മൾ അതർ ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാരി എ സ്മോൾ ബോഡി വെയ്റ്റ്. ആ ഓപ്ഷനാണോ? അതല്ല. പക്ഷേ സ്മോൾ ആനിമൽസ് ഹാവ് എ ലോവർ ഓക്സിജൻ റിക്വയർമെൻറ്റ്. ഇവിടെയും എന്താണ്, ഹയർ ആനിമൽ ആയിക്കോട്ടെ ലോവർ ആനിമൽ ആയിക്കോട്ടെ, ദ ഓക്സിജൻ റിക്വയർമെൻറ്റ് അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. സോ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നാലാമത്തെ ഓപ്ഷൻ നോക്കുക. ദ എഫിഷ്യൻസി ഓഫ് മസിൽസ് ഇൻ ലാർജ് ആനിമൽസ് ഈസ് ലെസ് ദാൻ ഇൻ ദ സ്മോൾ ആനിമൽസ്. അവിടെ എന്താണ്, എഫിഷ്യൻസി ആനിമൽസിൻ്റെ സൈസുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല, അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലേ. സ്മോളർ ആനിമൽസ് ഹാവ് എ ഹയർ മെറ്റബോളിക് റേറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, അതായത് സെല്ലുലാർ ഓർഗനൈസേഷൻ. സോ നമുക്കറിയാം സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സെൽ ലൈഫ്. സോ നമ്മളതിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ സബ് മോളിക്കുലാർ ലെവൽ, അറ്റോമിക് ലെവൽ, പിന്നെ അതെന്ത് ചെയ്യും സെല്ലുലാർ ലെവൽ, സെൽസ് എല്ലാം ചേർന്ന് പിന്നെ ടിഷ്യൂ ലെവൽ, ഓർഗൻസ് ലെവൽ, ദെൻ ഓർഗാനിസം ലെവൽ. സോ ഇതാണ് നമ്മുടെ എന്താണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് വിത്ത് ഓർഗാനിസമിക് ലെവൽ, സെല്ലുലാർ ലെവൽ, അറ്റോമിക് ലെവൽ, സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവൽ. ഏത് ഓപ്ഷൻ? സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവൽ അല്ലേ. സോ അതാണ് ഓപ്ഷൻ, നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ് കോൺഷ്യസ്നെസ്. So living organism has the ability to sense their surroundings or the environment. നമുക്ക് എപ്പോഴും എന്താണ്, ലിവിങ് ഓർഗാനിസത്തിന് അവരെ സറൗണ്ടിങ്ങിൽ സംഭവിക്കുന്ന എൻവിറോൺമെൻറ്റൽ എന്താ പറയുക ഓരോ ഫീച്ചേഴ്സുമായിട്ട് എൻവിറോൺമെൻറ്റലി സംഭവിക്കുന്ന ഫീച്ചേഴ്സുമായിട്ട് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. So they have the ability to the perception of events happening in the environment and its memory. അത് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മളെ ലിവിങ് ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം. നോർമലി ലിവിങ് ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എൻവിറോൺമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യത്തിനെ പെർസെപ്റ്റ് ചെയ്തിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല. സോ വളരെ മോസ്റ്റ് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്താണ്, പെർസെപ്ഷൻ ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് മെമ്മറി. സോ അതിൻ്റെ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് തിങ്സ്? ഓപ്ഷൻ നമ്പർ 1, ഇൻക്രീസ് ഇൻ മാസ് ഫ്രം ഇൻസൈഡ് ഓൺലി. നമ്പർ 2, ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കർ ഇൻ വിട്രോ. തേർഡ് ഓപ്ഷൻ, പെർസെപ്ഷൻ ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ദെയർ മെമ്മറി. Fourth option, increase in mass by the accumulation of material both on surface as well as internally.
സോ നമ്മൾ പറഞ്ഞത് വളരെ എക്സ്ക്ലൂസീവായിട്ടൊരു ക്യാരക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഏതാണ് പറഞ്ഞിരിക്കുന്നത്, ദ പെർസെപ്ഷൻ ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ദെയർ മെമ്മറി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മളിതിൽ ഓർമ്മിച്ച് വെക്കാനുണ്ട്. സോ ദ ലിവിങ് ഓർഗാനിസത്തിന് എന്താണ്, ദേ ക്യാൻ റെസ്പോണ്ട് ടു ദ എൻവിറോൺമെൻറ്റൽ സ്റ്റിമുലൈ വിച്ച് കുഡ് ബി എന്തൊക്കെയാവാം, ഫിസിക്കലാവാം, കെമിക്കലാവാം, ഓർ ബയോളജിക്കലാവാം. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് കാണാം. ഇതെന്താ, ഫോട്ടോട്രോപ്പിസ് എന്ന് പറയും. അതായത് നമ്മളെ ഈ പ്ലാന്റ് എന്താണ്, നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക്, ബിക്കോസ് പ്ലാന്റ്സിന് എന്ത് വേണം, എനർജി വേണം അല്ലേ, ലൈറ്റ് വേണം ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ക്യാൻ മൂവ് ടുവേർഡ്സ് ദ സൺലൈറ്റ്. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക, ഫോട്ടോട്രോപ്പിസം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ജിയോട്രോപ്പിസം എന്ന് പറയും. അതായത് നമ്മളെ വേരുകൾ എപ്പോഴും വെള്ളത്തിൻ്റെ അടുത്തേക്കായിരിക്കും എപ്പോഴും അവരുടെ അതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലേ, അതിന് നമ്മൾ ടച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് വാടിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതെല്ലാം എന്താണ്, അതിൻ്റെ കോൺഷ്യസ്നെസ് ആണ്. അതിൻ്റെ എൻവിറോൺമെൻറ്റൽ സ്റ്റിമുലൈനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ് ലിവിങ് ഓർഗാനിസത്തിന് കാണിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഫോട്ടോ പീരീഡ് എഫക്ട്സ് ദ റിപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ്. സോ സീസണൽ ബ്രീഡേഴ്സിൻ്റെ കേസിൽ ഫോട്ടോ പീരീഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കാം. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എക്സ്ക്ലൂസീവ്ലി എഫക്ട്സ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു. ഏതാണ്, ഫോട്ടോ പീരീഡ്. ഇതാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The living organisms can be unexceptionally distinguished from the non-living things on the basis of their ability for. Non-living thingsനെ ലിവിങ് തിങ്സുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റീപ്രൊഡക്ഷൻ, then interaction with the environment and the progressive evolution, growth and movement, responsiveness to touch. വളരെ പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടർ ചോദിച്ചാൽ അത് അപ്പോൾ എന്താണ്, ഓപ്ഷൻ നമ്പർ ഈസ് എ ഓപ്ഷൻ. ഏതാണ്, ഇറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ. കോളം 2 എന്തൊക്കെയാണ്, പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്, കമ്പോസ്റ്റ് ഓഫ് 1 or more cells, ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ ദ ബോഡി. സോ നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് എന്താ നമ്മൾ പറഞ്ഞത്, എന്താണ്, ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്, മെറ്റബോളിസം, സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് 1 or more cells. സോ എ ഓപ്ഷൻ എന്താ 3, ബി ഓപ്ഷൻ എന്താണ് റീപ്രൊഡക്ഷൻ 1, സി ഓപ്ഷൻ ഈസ് 4 ആൻഡ് ഡി ഓപ്ഷൻ ഈസ് 2. സോ ഇതാണ് ഓപ്ഷനിൽ എന്താണ്, സി ആണ് കറക്റ്റായിട്ട് ഉള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ. സോ ഇതോടുകൂടെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി, നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. സോ എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. സോ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.